പിന്നെ മറ്റൊന്നാണ് ഈ ചകോരം, അതായത് ഉപ്പൻ കാക്ക എന്നൊക്കെ പറയും. കണ്ണുകളൊക്കെ വളരെയധികം ചുവപ്പ് കലർന്നതായ ഇങ്ങനെയുള്ള പക്ഷികളെ ആഹ്വാനം ചെയ്തിട്ട് അവയ്ക്ക് ഭോജനമൊക്കെ നൽകി എന്നിട്ട് അവയുടെ കാതുകളിൽ രഹസ്യമായിട്ട് പറയണമെന്നാണ്. സുബ്രഹ്മണ്യന്റെ സമീപത്ത് പോവുക, എന്നിട്ട് ആ സ്കന്ദന്റെ സുബ്രഹ്മണ്യന്റെ വീര്യം, ബുദ്ധി, ഉദ്യോഗം ഇതൊക്കെ അറിഞ്ഞു വരിക എന്നിങ്ങനെ ആ പക്ഷികളെ അയക്കുകയാണ്. അപ്രകാരം ശൂരപത്മാസുരന്റെ ആ യുദ്ധോദ്യോഗത്തെ വർണ്ണിച്ചുകൊണ്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പൊ ഈ ശൂരപത്മാസുരൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള കാര്യാലോചനയും ഒക്കെയായി തന്റെ അനുജനായിട്ടുള്ള താരകാസുരന്റെ കൊട്ടാരത്തിൽ താരകാസുരപുത്രനോട് കൂടിയിട്ട് അങ്ങനെ വസിക്കുന്നു. അപ്പോഴേക്കും ഈ സുബ്രഹ്മണ്യ സ്വാമി തന്റെ സേനാനികളോടൊക്കെ കൂടി ഒരു ഭൂപ്രദക്ഷിണം ആരംഭിച്ചു എന്നാണ്. ഓരോ ഇടങ്ങളും, പവിത്രമായ ഓരോ ഇടങ്ങളും ദർശിച്ച് ഒരു തീർത്ഥാടനം എന്നതുപോലെ. അപ്പൊ ആദ്യം തന്നെ കേദാരം എന്നാണ്, ഏറ്റവും വടക്ക് ഭാഗത്ത് ഹിമാലയത്തിലുള്ള ശിവക്ഷേത്രമാണ് കേദാരം. ഇപ്പൊ ശിവപുരാണത്തിലൊക്കെ കാണാം കേദാര ജ്യോതിർലിംഗം എന്നാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ആ ഒരു സ്ഥാനമാണ് കേദാരേശ്വരം. ആദ്യം തന്നെ കേദാരേശ്വരത്തിൽ ആ കേദാര തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് അവിടെ ഗൗരീകുണ്ഡത്തിൽ സ്നാനം ചെയ്ത് കേദാരനാഥനെ ദർശിച്ചു. ഈ കേദാരത്തിന്റെ മഹിമ പറയും. അവിടെ എത്തിയിട്ട് മാഷമാത്രം എന്നാണ്, അതായത് ഉഴുന്നുമണി മൂടിക്കിടക്കുവാനുള്ള അളവ് എന്നാണ്. ഈ നമ്മൾ എങ്ങനെയാണ് തീർത്ഥം സ്വീകരിക്കേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള നിയമങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒരു അളവ് പറയേണ്ടത് അങ്ങനെയാണ്. നമ്മൾക്ക് എങ്ങനെ തീർത്ഥം, നമ്മൾ പലപ്പോഴും ഈ അഭിഷേകം ചെയ്ത ഇളനീരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തീർത്ഥമാണെങ്കിൽ പലപ്പോഴും അധികം കഴിക്കും. കുറച്ച് ദാഹമുള്ള സമയമാണെങ്കിൽ 2, 3, 4 പ്രാവശ്യം അത് വാങ്ങിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അത് വിരുദ്ധമാണ്. തീർത്ഥത്തിന്റെ നിയമം പറയണത് മാഷ മാത്രം, അതായത് നമ്മുടെ കൈവെള്ളയിൽ ഒരു ഉഴുന്നുമണി വെച്ചാൽ അത് മൂടുവാനുള്ള അളവ് മാത്രം എന്നാണ്. കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു ഉഴുന്നുമണി ഇട്ടാൽ അത് മൂടാം. ആ അളവ് മാത്രമേ തീർത്ഥം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ്. അത്രേ വേണ്ടൂ എന്നാണ് തീർത്ഥം. അഭിഷേകം ചെയ്ത തീർത്ഥമൊക്കെ അത്രേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ അത്ര പോലും ചെറിയ അളവിൽ തീർത്ഥം പാനം ചെയ്താൽ കേദാരേശ്വരത്തിൽ പോയിട്ട് അതിന്റെ മഹിമയെ കുറിച്ച് ഇവിടെ പറയുകയാണ്. പിന്നീട് ഒരിക്കലും എന്താണ് പിന്നീടൊരിക്കലും മാതൃഗർഭത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല എന്നാണ്. പീത്വ യത്രോദകം ജിന്ദു മാഷമാത്രമനാധ്രുവം നമാതു സ്തന്യപാനാനാം അഭിജ്ഞോ ഭവതി ധ്രുവം തത്ര കേദാരനാഥാഖ്യം ലിംഗമൂർത്തിം സദാശിവം. ആരാണോ കേദാരത്തിൽ പോയിട്ട് ആ കേദാരേശ്വരന് അഭിഷേകം ചെയ്തതായിട്ടുള്ള തീർത്ഥം ഈ പറഞ്ഞ അളവിലെങ്കിലും അല്പം സ്വീകരിക്കുന്നത് അവർക്ക് നമാതുസ്തന്യപാനാനാം അഭിജ്ഞോ ഭവതി ധ്രുവം. ഇനി ഒരമ്മയുടെയും മുലപ്പാല് കുടിക്കേണ്ടി വരില്ല എന്നാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ കുട്ടിക്കാലത്ത് കുറച്ചു നാളെങ്കിലും അമ്മയുടെ സ്തന്യം പാനം ചെയ്തിട്ടാണ് വളർന്നു വരണത്. അതായത് ഇനി ഒരിക്കൽ ഈ ഒരു അവസരം കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ വളർന്നു വലുതായി, ഈ ഒരു ജന്മം ഇനി കുറച്ചു നാളും കൂടി കഴിഞ്ഞാൽ അവസാനിക്കും. അപ്പൊ ഇനിയും ഒരമ്മയുടെ മുലപ്പാല് കുടിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പുനർജന്മം ഉണ്ടാവില്ല എന്നാണ്, അല്ലെ? വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ്. അപ്പൊ അത്രയും ഒരു പ്രഭാവമുണ്ട് കേദാര തീർത്ഥത്തിന് എന്നാണ് പറയുക. അപ്പൊ അവിടെ ആ കേദാരേശ്വരനെ ദർശനം ചെയ്തു.
ഏതൊരു ജ്യോതിർലിംഗ സങ്കേതത്തിൽ പോയാലും അവിടെയും ശക്തിയുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ ജഗത്പ്രഭുവായിട്ടുള്ള ജഗദ്ഗുരുവായിട്ടുള്ള ആ ശ്രീപരമേശ്വരനെയും ജഗദംബികയെയും കാർത്തികേയൻ സുബ്രഹ്മണ്യൻ ദർശനം ചെയ്തു. വീണ്ടും വന്നത് കാശിയിലേക്കാണ്. ജ്യോതിർലിംഗങ്ങളിൽ താഴേക്ക് വരുമ്പോൾ അടുത്ത ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇടമാണ് കാശി വിശ്വനാഥ ക്ഷേത്രം, കാശി വിശ്വേശ്വര ജ്യോതിർലിംഗം. അവിടെയും എത്തി പൂജിച്ചു. തുടർന്ന് ശ്രീശൈലനാഥ ക്ഷേത്രത്തിലെ ആ വിരൂപാക്ഷദേവനെ ദർശിച്ചു. അതിനുശേഷം സുവർണമുഖരീ തീരത്ത് ദക്ഷിണ കൈലാസനാഥനെ ദർശിച്ചു. അങ്ങനെ താഴേക്ക് വടക്ക് നിന്നും തെക്കു ഭാഗത്തേക്കുള്ള ഒരു തീർത്ഥയാത്ര പോലെയാണ്. പിന്നീട് വന്നത് ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ കാഞ്ചീപുരം എന്ന് പറയുന്ന ഇടത്തിലാണ്. അവിടെ കമ്പാനദിയുടെ തീരത്ത് ആണ് ഏകാംബരേശ്വരൻ എന്ന പേരിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വർത്തിക്കുന്നത്. കാമാക്ഷിയായിട്ട്, കാഞ്ചി കാമാക്ഷിയായിട്ട് ദേവിയും അവിടെ വിരാജിക്കുന്നു. അവിടെ ദർശിച്ചു. പിന്നീട് ആ തമിഴ്നാട്ടിൽ തന്നെയുള്ള കാവേരി നദിയുടെ തീരത്ത് കൂടിയിട്ട് ഇങ്ങനെ ആ പുണ്യ സങ്കേതങ്ങളിൽ, പുണ്യതീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്തിട്ടാണ് ഒടുവിൽ കുമാരപുരം എന്ന ഒരിടത്ത്, കുമാരപുരം എന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരിടത്ത് ഒരു സ്ഥാനം കൽപ്പിച്ചിട്ട് അവിടെ വസിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഈ ശൂരപത്മാസുരനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുമ്പോൾ ഈ സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കിയിട്ട് ഈ സൈന്യങ്ങളോട് കൂടിയിട്ടുള്ള യാത്ര, ഇപ്പൊ യുദ്ധം വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പൊ ഈ സൈന്യങ്ങൾക്ക് ഓരോ ഇടത്തിലും വസിക്കാനും അവർക്ക് വിശ്രമിക്കാനും ഒക്കെ വേണ്ടി ഒരു സ്ഥാനം കൽപ്പിക്കും. അതാണ് നമ്മൾ ഈ തമിഴ്നാട്ടിൽ ഈ സ്കന്ദന്റെ പുണ്യസങ്കേതങ്ങളായിട്ട് അറിയപ്പെടുന്ന 6 പടൈവീടുകൾ എന്ന് തമിഴില് പ്രസിദ്ധമായിട്ടുള്ള 6 പടൈവീടുകളാണുള്ളതെന്ന് കാണാം. 6 സങ്കേതങ്ങളാണ്. ആ സങ്കേതങ്ങളുടെ ഒരു ചരിത്രം പറയണത് ഇപ്രകാരമാണ്. യുദ്ധത്തിനായിട്ട് പുറപ്പെടുമ്പോൾ ഈ സൈന്യങ്ങൾക്ക് അവർക്ക് രാത്രിയിൽ വിശ്രമിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായ ഇടങ്ങളാണ് എന്ന് കാണാൻ പറ്റും. അപ്രകാരം കേദാരം മുതൽ ഇങ്ങ് തെക്കേയറ്റത്ത് കാവേരി തീരത്ത് വരെയുള്ള പുണ്യ സങ്കേതങ്ങളെ ദർശിച്ചുകൊണ്ടാണ് ആ സുബ്രഹ്മണ്യ സ്വാമി തീർത്ഥയാത്രയെ ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവിടെ ഈ ശൂരപത്മാസുരൻ യുദ്ധസന്നദ്ധനായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പൊ സുബ്രഹ്മണ്യന്റെ ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയിൽ നിന്നും ഈ ശൂരപത്മാസുരനെ കുറിച്ച് എന്താണ് ഈ ഇവരുടെ അസുരന്മാരുടെ ചരിത്രം എന്ന് ചോദിക്കുമ്പോൾ അതേക്കുറിച്ച് ആ ബൃഹസ്പതി പറയാൻ ആരംഭിക്കുന്നു. അതാണ് നമ്മൾ ഈ സംഭവകാണ്ഡത്തിന് ശേഷം അടുത്തതായിട്ട് ഇനി സ്കന്ദപുരാണത്തിൽ നാം കാണുന്നത് ആസുരകാന്ഡം. അതായത് ഗുരുനാഥനായിട്ടുള്ള ബൃഹസ്പതി ദേവന്മാരുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഈ കുമാരന് ഈ അസുരന്മാരെ കുറിച്ച്, പ്രധാനമായിട്ടും ഈ ശൂരപത്മൻ തുടങ്ങിയിട്ടുള്ളവരുടെ ഉത്പത്തി, അവരാരൊക്കെയാണ്, അവരുടെ പ്രഭാവം എന്താണ്, അവരുടെ തപസ്, ഈ കാര്യങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്നു. അവിടെ മുതലാണ് ആസുരകാന്ഡം ആരംഭിക്കുക.